എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രസംഗകല രാജകലയാണ്, കലകളുടെ രാജാവ്. ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിനും സമൂഹത്തിൽ ധീരമായ ചലനങ്ങൾ കൊണ്ടുവരുന്നതിനും നല്ലൊരു പ്രസംഗകന് തീർച്ചയായിട്ടും കഴിയും. മുസോളിനി മുതൽ ഹിറ്റ്ലർ വരെയും മാർട്ടിൻ ലൂതർ കിങ് മുതൽ സുകുമാർ അഴീക്കോട് വരെയും പ്രസംഗത്തിനൊരു ചരിത്രമുണ്ട്. തൻ്റെ സമൂഹത്തെ മാറ്റിമറിക്കുവാനും സാംസ്കാരികവും സാമൂഹികവുമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാനും ഉത്തമനായ ഒരു പ്രഭാഷകന് തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെ പ്രസംഗം സുന്ദരമായ ആശയവിനിമയ കലയാണ്. എങ്ങനെ നല്ലൊരു പ്രസംഗകനാകാം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലരും ചിരിക്കാറുണ്ട്. എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് കഴിവതും പ്രസംഗത്തിൽ നിന്നും മാറി നിൽക്കുവാനായിട്ടാണ് പല വ്യക്തികൾക്കും താല്പര്യം. കുട്ടികൾക്കാണെങ്കിൽ സഭാകമ്പം മൂലം വേദിയിലേക്ക് കടന്നു ചെല്ലുന്നതിനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രസംഗകലയിൽ ആകൃഷ്ടനാകുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി അദ്വൈതാശ്രമം നടത്തിയ ഒരു പ്രസംഗ മത്സരം, പിന്നീട് കാലടി ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ യുവജന സംഗമം, അതിലൂടെയൊക്കെ പ്രസംഗിച്ച് പ്രസംഗകലയുടെ മർമ്മം കണ്ടറിയുവാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ ഉത്തമനായ ഒരു പ്രസംഗകനായി തീരാം, അതിനുള്ള ഒറ്റമൂലികൾ എന്താണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ആദ്യമായിട്ട് നമ്മൾ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് മീറ്റിംഗ്? ഇതൊരു അനുമോദന യോഗമാണോ, അല്ലെങ്കിൽ ഇതൊരു അനുശോചന യോഗമാണോ, അല്ലെങ്കിൽ ഇത് സാഹിത്യ സംബന്ധിയായ ഏതെങ്കിലും വിഷയങ്ങളെ അധികരിച്ചുള്ള ഒരു വേദിയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രസംഗകൻ തൻ്റെ പ്രസംഗം ആരംഭിക്കുവാൻ വേണ്ടി. വേദിയിലിരിക്കുന്ന സദസ്യരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മനോഹരമായി പ്രസംഗം തുടങ്ങാം. പ്രസംഗം തുടങ്ങുമ്പോൾ നമുക്കൊരു ഉദ്ധരണി ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ കവിതാശകലം ഉച്ചരിച്ചോ, അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ തന്നെ ഉദ്ദേശത്തെ പറ്റി വിശദീകരിച്ചുകൊണ്ടോ നമുക്ക് പ്രസംഗം ആരംഭിക്കാം. ഇപ്പോൾ വായനാ ദിനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി കാണണം കാലേ കാലേം എന്നോ, മലയാള ഭാഷയെ പറ്റിയാണെങ്കിൽ വന്ദനം വന്ദനം പാർവത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ, വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ, നിൻമുലപ്പാലിൻ്റെ വീര്യം ഉൾക്കൊണ്ടവൻ ജന്മജന്മാന്തര പുണ്യമല്ലേ, വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ എന്ന വെണ്ണിക്കുളത്തിൻ്റെ മാണിക്യവീണ എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ടോ നമുക്ക് പ്രസംഗം ആരംഭിക്കാം. പ്രസംഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ആമുഖത്തിൽ തന്നെ നമുക്ക് ഓഡിയൻസിനെ കയ്യിലെടുക്കുവാനായിട്ട് സാധിക്കണം. വിഷയത്തിലുള്ള അറിവാണ് രണ്ടാമത്തെ പോയിന്റ്. ആഴമേറിയ അറിവുകളുള്ള വ്യക്തികൾ മാത്രമേ പ്രസംഗത്തിലേക്ക് കടക്കാവൂ, അല്ലെങ്കിൽ പ്രസംഗം വെറും ഒരു പ്രഹസനമായിട്ട് മാറും. മാതൃഭാഷാ ബോധനത്തിൻ്റെ പ്രാധാന്യം ആണ് നമ്മുടെ വിഷയമെങ്കിൽ തീർച്ചയായിട്ടും മാതൃഭാഷാ ബോധനം കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ടും സദസ്സിൻ്റെ അരികിൽ നമ്മൾ സംസാരിക്കണം. അറിവിനെയും അനുഭൂതിയെയും പകരുവാനും ആസ്വാദനത്തിൻ്റെ അനന്തമായ മേഖലയിലേക്ക് കടന്നു വരുവാനും പ്രസംഗം നമ്മളെ സഹായിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും സദസ്യരോട് പറയേണ്ടിയിരിക്കുന്നു. പാടത്തിൻകര നീള നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തുങ്ങി ഉലഞ്ഞലഞ്ഞ് സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവൂ പാരാതെ വരികന്റെ കയ്യിൽ അധുന പീയൂഷഡമ്പത്തെയും ഭേദിച്ചങ്ങനെ കൈപ്പവള്ളി തരസ പെറ്റുള്ള പൈതങ്ങളെ. ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ
ആ മനോഹരമായ മുക്തകം ഉദ്ധരിച്ചുകൊണ്ട് അങ്ങകലെ മനോഹരമായ വേലിപ്പന്തലിൽ കിടക്കുന്ന പാവയ്ക്ക, കൈപ്പയ്ക്ക അതിനെ അവതരിപ്പിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് ആ കവി പാവയ്ക്കയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആസ്വാദന തലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വേണ്ട ഗുണം ഭാഷാശുദ്ധിയാണ്. ആ ഭാഷാശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ക്ലാരിറ്റി, ആ ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. ഖര, അതിഖര, മൃദു, ഘോഷ, നാസികങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഭാഷാശുദ്ധിയോടുകൂടി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ ആ പ്രസംഗം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് നാലാമതായിട്ട് വേണ്ടത് സദസ്യരുമായിട്ട് നമുക്ക് സംവദിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ വേദിയിലിരിക്കുന്ന വ്യക്തികളെ പറ്റിയോ സദസ്സിലിരിക്കുന്ന വ്യക്തികളെ പറ്റിയോ നല്ല കാര്യങ്ങൾ പറയുകയും അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രീതി സമ്പാദിക്കുവാനും നമ്മുടെ പ്രസംഗം കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാനായിട്ടുമുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. പണ്ട് സുകുമാർ അഴീക്കോട് സാറ് പറയാറുണ്ട്, മനസ്സും തമ്മിൽ പാലം പണിയുന്ന ഉദാത്തമായ പ്രക്രിയയാണ് പ്രസംഗകല. അപ്പോൾ പ്രസംഗകനെ മാനത്തേക്ക് നോക്കിയോ ഒരു മാനം നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ മൈക്കിനെ കൊത്തിപ്പറിക്കുന്ന രീതിയിൽ ഒരു മരം കൊത്തിയോ ആയിട്ട് മാറാനായിട്ട് പാടില്ല. പ്രസംഗകൻ എപ്പോഴും ആസ്വാദകൻ്റെ കണ്ണിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ മുഖത്തേക്ക്, ഓഡിയൻസിൻ്റെ അവസാന വശത്തിരിക്കുന്ന ആൾക്കാർ വരെ മാറി മാറി ഓരോരുത്തരുടെയും ഫേസിലേക്കും കണ്ണിലേക്കും നോക്കിക്കൊണ്ട് വേണം തീർച്ചയായിട്ടും നമ്മൾ പ്രസംഗിക്കുവാൻ വേണ്ടി. ആറാമതായിട്ട് വേണ്ടത് മോഡുലേഷൻ ഓഫ് സൗണ്ടാണ്. ശബ്ദക്രമീകരണം നടത്തി വേണം പ്രസംഗിക്കുവാനായിട്ട്. നമ്മുടെ വൈകാരിക നിലവാരത്തിനനുസരിച്ച് നമ്മൾ പ്രസംഗത്തിൻ്റെ മോഡുലേഷൻ, ശബ്ദക്രമീകരണം വരുത്തണം. അതിനായിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ അകലെയെങ്കിലും മൈക്കിൽ നിന്നും മാറി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വളരെ കഠോരമായിട്ടുള്ള ശബ്ദമായിട്ട് മാറുന്നത് നമുക്ക് പലപ്പോഴും കാണാം. അപ്പോൾ പെരിയാറ്റിലെ മീനുകൾ ചത്തുപൊങ്ങുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മ പെരിയാരെ നീയും മരിക്കുകയാണോ എന്ന ആ കവിയുടെ മനോഹരമായ കവിതാശകലം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പരൽ മീനുകൾ കാറ്റിൽ ചത്തുപൊങ്ങുന്നതും MP പരമേശ്വരനും B ഇക്ബാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഇതിന് നൽകിയ മുന്നറിയിപ്പുകളും ഒക്കെ നമ്മൾ വളരെ ഹൃദയഹാരിയായിട്ട് അവതരിപ്പിക്കണം. ഏഴാമത്തെ ഗുണം ഒരു പ്രസംഗകന് വേണ്ടത് തികഞ്ഞ ആത്മാർത്ഥതയാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും ഓഡിയൻസിന് ഇയാൾ ഒരു ആർട്ടിഫിഷ്യൽ പ്രസംഗമാണ് നടത്തുന്നത് എന്ന് ഒരിക്കലും തോന്നാനായിട്ട് പാടില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി മനസ്സിൻ്റെ അന്തരാത്മാവിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതായിരിക്കണം നമ്മുടെ പ്രസംഗ ശൈലി. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള മുഖഭാവം തീർച്ചയായിട്ടും നമ്മൾ കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് കടന്നു വരേണ്ടതാണ്. വൈകാരികമായിരിക്കണം പ്രസംഗം. അപ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസ് ഒട്ടും ഡിസ്റ്റർബ്ഡ് ആകാതെ ഹൃദയഹാരിയായിട്ട് നമ്മുടെ പ്രസംഗത്തെ ശ്രവിക്കുവാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രസംഗത്തിൻ്റെ ശരീരഭാഷ അത് 8ാമത്തെ ഘടകമാണ്. ആ ശരീരഭാഷയെന്ന് പറയുന്നത് ആംഗ്യഭാഷ ഉൾപ്പെടെ അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും വിമർശനത്തിന് വിധേയരാകുന്നത് അവരുടെ ശരീരഭാഷയുടെ ഒരു വൃത്തികേട് കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വാക്കുകൾ ഉച്ചരിക്കുകയാണെങ്കിൽ ശരീരഭാഷ വളരെ കൃത്യമായിട്ട് തന്നെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ചങ്ങമ്പുഴയുടെ കവിതയെ പറ്റിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ കനകച്ചിലങ്ക കിലുങ്ങി 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 വരുന്നത് പോലെ തന്നെ
ധില്ല് ധില്ലിന്തകാരനാദമുതിർക്കും മണിച്ചിലങ്ക മുഴങ്ങട്ടെ. സുഗതകുമാരി ടീച്ചറിൻ്റെ വളരെ മനോഹരമായ കാളിയമർദ്ദനം എന്ന കവിത. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് കവിതയെ പറ്റിയുള്ള ശില്പശാലയിലാണെങ്കിലും കഥയെ പറ്റിയുള്ള ശില്പശാലയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകളിലാണെങ്കിലും നമ്മുടെ ഭാഷാശൈലി സാഹചര്യത്തിനനുസരിച്ച് മാറുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയണമെന്നുള്ളതാണ് വസ്തുത. പാത്രഭേദമനുസരിച്ച് നമ്മുടെ ഭാഷ, പ്രതിപാത്രം ഭാഷണഭേദം എന്നൊക്കെ പറയാറുണ്ടല്ലോ. കഥാപാത്രത്തിനനുസരിച്ച് നമ്മുടെ ഭാഷാശൈലി മാറണം, നമ്മുടെ വികാരങ്ങൾ മാറണം, ശരീരഭാഷ മാറണം, എക്സ്പ്രഷൻസ് മാറണം, ആംഗ്യഭാഷ മാറണം. അതൊരിക്കലും അരോചകമായിരിക്കരുത്. ഒരു നേരിയ ചിരിയോടുകൂടി വേണം നമ്മൾ, അല്ലെങ്കിൽ വളരെ സാന്ദ്രമായിട്ട് വേണം നമ്മൾ ഓഡിയൻസിനെ സമീപിക്കുവാൻ. നമ്മുടെ പ്രസംഗത്തിൻ്റെ ശൈലി, ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് സദസ്യരുമായിട്ട്, 10ാമത്തെ കാര്യമാണ്, സദസ്യരുമായിട്ട് സമ്മതിക്കുന്ന രീതിയിലെ പ്രസംഗ ശൈലിയെ നമ്മൾ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ നിൽക്കുകയും ഓഡിയൻസ് മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്താൽ പ്രസംഗം അരോചകമായിട്ട് തീരും. ആ സദസ്യൻ എന്താണ് വേണ്ടത്, അതിനനുസരിച്ച് നമ്മുടെ ഭാഷാശൈലിയെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ വിഷയപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് 11ാമായിട്ട് വേണ്ട കാര്യം. വിഷയപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. കാട് കയറാനായിട്ട് പാടില്ല. ഏത് വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഏത് സാഹചര്യമാണ്, അതിനനുസരിച്ച് നമ്മൾ പറയാനായിട്ട് തയ്യാറാകണം. രാമായണത്തിൻ്റെ പ്രസക്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാമസ്യ അയനമാണ് രാമായണമെന്നും രാമായണം ജീവിതം തന്നെയാണെന്നും ഓരോ ഇലിസ്ട്രേഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളിലൂടെ ഓഡിയൻസിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. പിന്നെ സഭയിൽ നിന്നും ചില ആൾക്കാരുടെ പേരുകൾ വിളിച്ച് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വേദിയിലുള്ള ആൾക്കാർ തന്നെ ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയോ ഒക്കെ ചെയ്താൽ കൂടുതലായിട്ട് പ്രസംഗം അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ച് മാത്രമേ പ്രസംഗിക്കാവുള്ളൂ. അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, ചിലപ്പോൾ പ്രസംഗം ഉടൻ തന്നെ നിർത്തേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പ്രസംഗം നീട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രസംഗത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി. പിന്നെ ഉദാത്തമായ പരിശീലനം, അതാണ് 12ാമതായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പരിശീലനം സിദ്ധിച്ച വ്യക്തികൾ മാത്രമേ പ്രസംഗകലയിൽ ശോഭിക്കുകയുള്ളൂ. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട്സ് ആൻഡ് സ്പീച്ച്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ അക്ഷരങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ചിന്താപരമായ വെളിച്ചം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉദാത്തമായിട്ട് സംസാരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആ ചിന്താപരമായ വെളിച്ചം ഉണ്ടാകുന്നത് പരന്ന വായനയിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയുമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ, ജീവിതത്തിലെ അനുഭവങ്ങൾ, അവയൊക്കെ വൈകാരികമായിട്ട് ആവിഷ്കരിച്ചുകൊണ്ട് മനസ്സും തമ്മിൽ പാലം പണിയുന്ന ഉദാത്തമായ ഒരു ആശയവിനിമയ കലയായിട്ട് പ്രസംഗത്തെ മാറ്റുകയാണെങ്കിൽ ആ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം.